ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹലോ, ടെക് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഒത്തിരി ജോബുകളുടെ വാക്കൻസീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പലരും ഒരു ജോബിന് അന്വേഷിക്കുന്നവരായിരിക്കും. അത് മേ ബി ഗവൺമെൻറ് ജോബ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ജോബുകൾ അന്വേഷിക്കുന്നവരായിരിക്കും. അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ജോബ് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പലരും അറിയാതെ പോകുന്ന ജോബ് വാക്കൻസീസ് ഉണ്ടായിരിക്കും. ഇപ്പം നോർമലി ഇപ്പോൾ ഗവൺമെൻറ് ജോബ്സ് ഒക്കെ നോക്കുന്നവർ ഇപ്പോൾ PSC, SSC, UPSCയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അത് വിട്ട് കുറേ വെബ്സൈറ്റ്സ്, മറ്റുള്ള വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ബാങ്കിൻ്റെ വാക്കൻസീസും പിന്നെ ഓരോ ജില്ലകളിലൊക്കെ അർജൻറ്റ് ആയിട്ട് ഹയർ ചെയ്യുന്ന വാക്കൻസീസൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലൊരു വാക്കൻസിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിൽ 55 പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ്, എന്ത് വേക്കൻസീസ് ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ലിങ്കും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് ഒക്കെ മാറിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സിൽ 55 എഞ്ചിനീയർ പോസ്റ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പോസ്റ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രെയിനി എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്, മാത്രമല്ല പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ട്, സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്. ഇതിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോന്നിലും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യേണ്ട ലിങ്കാണ് ഇവിടെ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. www.bell-india.in എന്നാണ് ഈ ഒരു ലിങ്കിൻ്റെ അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് എൻ്റർ ചെയ്താലും കൊടുത്താലും മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടോപ്പിൽ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് ജോബ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ഒരു ടാബിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളെല്ലാതും ലിസ്റ്റ് ഔട്ട് ചെയ്യും. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഏജ് ലിമിറ്റൊക്കെ നോക്കിയിട്ട് ഏത് പോസ്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഹരിയാനയിലെ പഞ്ച്കുല യൂണിറ്റിലാണ് ഈ ഒരു വാക്കൻസീസ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. ടെമ്പററി പോസ്റ്റാണ് കേട്ടോ, അല്ലാതെ പെർമനൻ്റ് അല്ല. ട്രെയിനി എഞ്ചിനീയറിൽ 42 ഒഴിവാണ് ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശമ്പളവും തെറ്റില്ലാത്ത നല്ല ശമ്പളമാണ്. 30,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ്. ഇതിനകത്ത് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിഷയത്തിലുള്ള BTechോ അല്ലെങ്കിൽ BE അത് പഠിച്ച എഞ്ചിനീയർ പോസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 28 വയസ്സിൽ കൂടരുത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ പോസ്റ്റാണ്. അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 40,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, സിവിൽ അതിലൊക്കെ BTech എടുത്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ് സർവീസ്മാൻ്റെ ആ ഒരു പോസ്റ്റും ഉണ്ട്. അത് സീനിയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ് കേട്ടോ. 10 ഒഴിവാണ് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് സാലറിയും കൂടുതലാണ്. 30,000 രൂപ മുതൽ 1,20,000 രൂപ വരെ നമുക്ക് സാലറി കിട്ടും. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, അതല്ലെങ്കിൽ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ 15 വർഷത്തിൽ കുറയാത്ത സേവന പരിചയമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 50 വയസ്സിൽ കൂടരുത് ഏജ് ലിമിറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഭിന്നശേഷിക്കാർക്കൊക്കെ ആണെങ്കിൽ 10 വർഷം, SC ST വിഭാഗക്കാർക്കാണെങ്കിൽ 5 വർഷം, അങ്ങനെയൊക്കെ ഇളവൊക്കെ ഉണ്ട്. ഏജ് റിലാക്സേഷനൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫീസ് ഉണ്ട്, എക്സാമും ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് സാധാരണ നമ്മൾ എല്ലാ ഗവൺമെൻറ് ജോബിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഉണ്ട്. ഇതിന് അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കും SC STക്കാർക്കും എക്സ് സർവീസ് മാൻമാർക്കൊക്കെ അപേക്ഷാ ഫീസ് ഇല്ല കേട്ടോ. അവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ട്രെയിനി എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 177 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 472 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന പ്രൊസീജിയർ എന്താണെന്നുണ്ടെങ്കിൽ
നമുക്കിതിൻ്റെ അകത്ത് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് സ്ക്രീനിങ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഒക്കെ വെച്ചിട്ട് ഇവർ നമുക്ക് ജോബ് തരുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ളതിൻ്റെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്രെയിനി എഞ്ചിനീയറിനും പ്രൊജക്ട് എഞ്ചിനീയറിനൊക്കെ മാർച്ച് 12-ാം തീയതിയാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. 12-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാർച്ച് 19-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിലോട്ട് അപ്ലൈ ചെയ്യാം. ഓരോന്നും സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് ഏതാണോ അതിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫീ ഒക്കെ ഓൺലൈനായിട്ട് അടച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ട്രെയിനി എഞ്ചിനീയർ പോസ്റ്റിലേക്കൊക്കെ വളരെ കുറവ് അപേക്ഷാ ഫീസ് മാത്രമേ ഉള്ളൂ. കിട്ടുവാണെങ്കിൽ സാലറി ഏകദേശം 35,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഏതിനാണോ ആപ്റ്റ് തോന്നുവാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.